പോലീസിൽ വൻ അഴിച്ചുപണി 63 ഡിവൈഎസ്പിമാർക്കും 11 എഎസ്പിമാർക്കും സ്ഥലമാറ്റം. സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സ്ഥാനക്കയറ്റത്തോടെ പുനർനിയമനം. അച്ചടക്ക നടപടി നേരിട്ട 11 ഡിവൈഎസ്പിമാരെ സിഐമാരായി തരം താഴ്ത്തി പുനർനിയമിച്ചു. ശാസ്ത്രബോധത്തെ യുക്തിരഹിതമാക്കാൻ രാജ്യത്ത് ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി. ശാസ്ത്രത്തെ ഹൈന്ദവവൽക്കരിക്കാനും അന്ധവിശ്വാസം വളർത്താനും ശ്രമം നടക്കുന്നു. പ്രളയത്തിൽ നഷ്ടപ്പെട്ട ജൈവസമ്പത്ത് തിരിച്ചുപിടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അക്ഷയതൃതീയ, മാന്ത്രികേലസ്, ബാധ ഒഴിപ്പിക്കൽ, കമ്പ്യൂട്ടർ ജാതകം, ഓജാ ബോർഡ്, ഫെങ്ഷൂയി, ഇങ്ങനെ പലതും നമ്മുടെ നാട്ടിലും പറന്നു പിടിക്കുകയാണ്. നമ്മുടെ നാട് പുലർത്തിപ്പോന്നിരുന്ന ശാസ്ത്രബോധവും യുക്തിചിന്തയും എവിടെയോ വെച്ച് കൈമോശം വന്നിട്ടുണ്ട്. ശാസ്ത്രാവബോധമുള്ള തലമുറ ഏതൊരു നാടിൻ്റെയും സമ്പത്താണ്. അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാവൂ. എൻഡോസൾഫാൻ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് അറിയിച്ചതാണെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. എന്തിനാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരരീതി ശരിയല്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. ഫെബ്രുവരി 14-ന് LDFന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കേരള സംരക്ഷണ യാത്രയെ സംബന്ധിച്ച യോഗം ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകളും യോഗത്തിലുണ്ടാവും. ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രമുഖ ദളിത് ചിന്തകൻ ആനന്ദ് തെൽതുംദെയെ അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ്. അറസ്റ്റിന് സുപ്രീംകോടതി വിലക്ക് നിലനിൽക്കെയാണ് നടപടിയെന്ന് തെൽതുംദെയുടെ അഭിഭാഷകൻ ആരോപിച്ചു. അറസ്റ്റിനെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. ഭീമ കൊറേഗാവ് സംഘർഷത്തിനിടയാക്കിയ 2017-ലെ എൽഗർ പരിഷത്ത് യോഗവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പ്രമുഖ ദളിത് ഇടതു ചിന്തകനായ ആനന്ദ് തെൽതുംദെയെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലർച്ചെ മുംബൈ വിമാനത്താവളത്തിൽ വച്ചായിരുന്നു അറസ്റ്റ്. തെൽതുംദെയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ പൂനെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. നിരോധിത സംഘടനയായ സിപിഐ മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ജാമ്യാപേക്ഷ നിരസിച്ച് കോടതി നിരീക്ഷിച്ചിരുന്നു. അറസ്റ്റിനെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. This sort of an arrest is a very big authoritarian assault on human rights and activists who speak out against the policies of this government. അറസ്റ്റ് മനുഷ്യാവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ലംഘനമാണെന്നും സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമം നടക്കുകയാണെന്നും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഫെബ്രുവരി 11 വരെ തെൽതുംദെയെ അറസ്റ്റ് ചെയ്യുന്നതിന് സുപ്രീംകോടതി ഏർപ്പെടുത്തിയ വിലക്ക് പോലീസ് ലംഘിച്ചതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വ്യാജ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് തനിക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന ആരോപണമെന്ന് തെൽതുംദെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേർ പരിഗണനയിൽ. രജനീകാന്ത് മിശ്ര, ജാവേദ് അഹമ്മദ്, SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. സുപ്രീംകോടതി നിർദ്ദേശമുള്ളതിനാൽ ഇന്ന് തന്നെ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന ഡയറക്ടർ നിയമനത്തിൽ അന്തിമ തീരുമാനമെടുത്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗമാണ് സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് 3 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. 1984 ഉത്തർപ്രദേശ് കേഡറിലെ ജാവേദ് അഹമ്മദ്, അതേ ബാച്ചിലെ രജനീകാന്ത് മിശ്ര, ഹരിയാന കേഡറിലെ SS ദേശ്വാൾ എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് തലവനായ ജാവേദ് അഹമ്മദിനെ യോഗത്തിൽ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പിന്തുണച്ചു. എന്നാൽ BSF ചീഫായ രജനീകാന്ത് മിശ്രയ്ക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പിന്തുണ. ഒടുവിൽ ഇന്നലെ രാത്രി ഏറെ വൈകിയും തീരുമാനമാകാതെ യോഗം പിരിയുകയായിരുന്നു. ഡയറക്ടർ നിയമനത്തിൽ സെലക്ഷൻ കമ്മിറ്റിയിലെ 3ാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നിലപാട് നിർണായകമാകും. സിബിഐ പോലൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിയമനം വൈകുന്നത് ശരിയല്ലെന്നും ഉടൻ നിയമനം വേണമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് തന്നെ വീണ്ടും സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുത്തേക്കും.
തന്റെ ആവശ്യം നിരസിച്ചാൽ ഖാർഗെ യോഗത്തിൽ വിയോജനക്കുറിപ്പ് നൽകും. അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ജനുവരി 10 മുതൽ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. എൻഡോസൾഫാൻ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് അറിയിച്ചതാണെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. എന്തിനാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരരീതി ശരിയല്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഉന്നയിക്കുന്ന നമ്പർ അത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ മുഴുവൻ നമ്പറും പരിശോധിച്ചിട്ട് അതിൽ അർഹരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തുന്നതാണ്. ഈ മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ചിട്ടെന്ന് പറഞ്ഞതാണ്. എല്ലാം അംഗീകരിച്ചതാണ് പറഞ്ഞത്. വീണ്ടും തുടരുന്നു എന്നുള്ളത് അതുമല്ല, കുട്ടികളെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ എന്താ പറയേണ്ടത് അതിന്? പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ കൊണ്ടുപോയി ഇവിടെ ഈ വന്നിട്ട് കുട്ടികളെ പ്രദർശിപ്പിച്ചിട്ട് സമരം ചെയ്യുന്നവർ, ആ കുട്ടികൾ ആരെങ്കിലും, അവിടെ ഇരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഈ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ലെങ്കിൽ അവരെ ഞങ്ങൾ പരിശോധിച്ചിട്ട് ഈ സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഒന്നിനും തയ്യാറാവുന്നില്ല. അവർ കുറേ കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, സമരം ചെയ്യുന്നു. എന്താ അതിൻ്റെ പിന്നിലെ താല്പര്യം എന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സംസ്ഥാന ബജറ്റ് സ്വാഗതാർഹമെന്ന് സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. ചെറുകിട വ്യവസായത്തെ നല്ല നിലയിൽ പരിഗണിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ ശ്രമമുണ്ടാവണമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ആപി ഗ്രൂപ്പ് ഓഫ് കമ്പനി MD-യുമായ M. ഖാലിദ് കോഴിക്കോട് പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻ വളർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വിലയിരുത്തുന്നത്. 1550 കോടി മുതൽ മുടക്കുള്ള 16,000 MSME യൂണിറ്റുകൾ തുടങ്ങുമെന്നും അതുകൊണ്ട് തന്നെ 55,000 തൊഴിൽ മേഖല 55,000 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലക്ക് വളർച്ചയുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തിന് പ്രത്യേകമായി 163 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങളുള്ള പാർക്കുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ആ പണം വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6700 ഏക്കർ സ്ഥലം വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി എടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി ഫണ്ട് 15,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ വസ്ത്രവിപണിയിലെ മുൻനിര ബ്രാൻഡായ നോർത്ത് റിപ്പബ്ലിക് പുതിയൊരു ബ്രാൻഡ് കൂടി കേരള വിപണിക്ക് പരിചയപ്പെടുത്തുന്നു. ഫ്രെറ്റിനി എന്ന ബ്രാൻഡിൽ കമ്പനിയുടെ പ്രീമിയം പ്രോഡക്റ്റായാണ് പുതിയ ബ്രാൻഡ് വിപണിക്ക് പരിചയപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇറ്റാലിയൻ ഗിസായാൻ ഫാബ്രിക് ഫ്രെറ്റിനിയുടെ ബ്രാൻഡിലും ഉപയോഗിച്ചിട്ടുണ്ട്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ അംബാസിഡറായ നടൻ ടൊവിനോ തോമസ് ആണ് ഫ്രെറ്റിനിയുടെയും ബ്രാൻഡ് അംബാസിഡർ.